കാലഘട്ടത്തിൻ്റെ ഒരു പരിച്ഛേദമാണത്. പറയാതെ, ചിലപ്പോൾ എഴുത്തുകാരൻ പോലും അറിയാതെ അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിൽ എവിടെയൊക്കെയോ രേഖപ്പെട്ട അല്ലെങ്കിൽ വായിച്ച് അനുഭവിച്ച് അറിഞ്ഞ ആ ഒരു ധാരയാണ് അക്ഷരങ്ങളായിട്ട് അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ആത്മഹത്യ ചെയ്യാൻ വരുന്ന ഒരാൾ കാണുന്നത്, ആത്മഹത്യ ചെയ്യാൻ വരുന്ന സമയത്ത് കാണുന്നത് വേറൊരാൾ ആത്മഹത്യ ചെയ്യാൻ കയറിട്ടുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. സമാനമായ ചിന്താഗതിക്കാരൻ. പക്ഷെ രണ്ട് കാര്യമുള്ളത്. ആദ്യം ആത്മഹത്യ ചെയ്യാൻ വന്ന ഒരാൾ സമ്പത്ത് കൂടിയിട്ട് ഈ സമ്പത്തിൻ്റെ പേരിൽ കുഴപ്പങ്ങളുണ്ടായിട്ടാണ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്തെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വരുന്നത് ദാരിദ്ര്യം സഹിക്ക വയ്യാതെയാണത്. രണ്ട് ഭിന്നമായ മേഖലയാണത്, രണ്ട് അറ്റങ്ങളാണത്. അപ്പം അത്തരത്തിൽ വരുന്ന ഒരാൾ കഴുത്തിൽ കുരുക്കിട്ടുകൊണ്ട് താഴേക്ക് വീഴുന്നത് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വന്ന കാര്യം പോലും മറന്ന് മറ്റൊരാൾ ഓടിപ്പോയിട്ട് അദ്ദേഹത്തെ താങ്ങിയെടുക്കുകയാണ്. കയറൂരി താഴേക്ക് വെക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അയാൾ പറയുന്നത് നന്ദി സഹോദര എന്നാണ്.